ഗൂഗിൾ അതിന്റെ ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനായ ഗൂഗിൾ വാലറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ലോയൽറ്റി കാർഡുകൾ, ട്രാൻസിറ്റ് പാസുകൾ, ഐഡികൾ തുടങ്ങിയവ സുരക്ഷിതമായി സംഭരിക്കാൻ ആപ്ലിക്കേഷൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. ഗൂഗിൾ വാലറ്റിന്റെ ലോഞ്ച് യുപി ആപ്ലിക്കേഷനായ ഗൂഗിൾ പേയെ ബാധിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. സുഹൃത്തുക്കൾക്കും മറ്റും പണമയച്ചു നൽകാനുപയോഗിക്കുന്ന യുപിഐ അടിസ്ഥാനമായുള്ള ഗൂഗിൾ പേയിൽ നിന്നും വ്യത്യസ്തമായി കോണ്ടാക്ട് ലെസ് പേയ്മെന്റ് മാത്രം ലക്ഷ്യമിട്ടുള്ള ആപ്പ് ആയിരിക്കും ഇത്. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സുരക്ഷിത കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകളാവും അനുവദിക്കുന്നത്. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്പാണ് ഗൂഗിൾ വാലറ്റ്. വിയർ OS, ഫിറ്റ്ബിറ്റ് OS എന്നിവയിലും ഈ ആപ്പ് ലഭ്യമാണ്. സുരക്ഷിത കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകൾ ഗൂഗിൾ പേ സ്വീകരിക്കുന്ന സ്റ്റോറുകളിൽ വേഗത്തിൽ പണമടയ്ക്കുന്നതിനായി ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഗൂഗിൾ വാലറ്റിൽ ശേഖരിക്കാനാകും. യഥാർത്ഥ കാർഡ് നമ്പർ ഒരിക്കലും വ്യാപാരിയുമായി പങ്കിടില്ല. സംഭരിക്കാനാകുന്ന കാർഡുകൾ, ലോയൽറ്റി കാർഡുകൾ, സമ്മാന കാർഡുകൾ, ബെയാർഡിംഗ് പാസുകൾ, ഇവന്റ് ടിക്കറ്റുകൾ, സിനിമാ ടിക്കറ്റുകൾ കൂടാതെ ചില ഡിജിറ്റൽ കീകളും ഐഡികളും സംഭരിക്കാനാകും. സുരക്ഷാ സംവിധാനങ്ങൾ. 1. ലോഗിൻ സംരക്ഷണത്തിനായി 2 ഘട്ട പരിശോധന. 2. ഫോൺ സ്ഥാനം തെറ്റിയാൽ കണ്ടെത്തുന്നതിന് ഫൈൻഡ് മൈ ഡിവൈസ് സംവിധാനം. 3. നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഉപകരണത്തിൽ നിന്ന് നിങ്ങളുടെ വിവരങ്ങൾ മായ്ക്കാൻ റിമോട്ട് ഡാറ്റബേസ്. 4. കാർഡ് വിശദാംശങ്ങൾ പരിരക്ഷിക്കുന്നതിന് പേയ്മെന്റ് കോഡുകളുടെ എൻക്രിപ്ഷൻ. 2022 മുതൽ ഗൂഗിൾ പേയ്ക്ക് പകരം പല രാജ്യങ്ങളിലും ഗൂഗിൾ വാലറ്റാണ് ഉപയോഗിക്കുന്നത്. 2024 ജൂൺ മുതൽ ഇന്ത്യയും സിംഗപ്പൂരും ഒഴികെയുള്ള മിക്ക രാജ്യങ്ങളിലും ഗൂഗിൾ പേ ലഭ്യമാകില്ലെന്നു ഗൂഗിൾ ഒരു ബ്ലോഗ് പോസ്റ്റിൽ സൂചന നൽകിയിരുന്നു.